ഇപ്പൊക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇപ്പൊ വേദന എന്തെങ്കിണ്ടോ? ഭയങ്കര ടെൻഷൻ. അവരെല്ലാരും ഭക്ഷണം ഉണ്ടാക്കി. ഇനി കണ്ണീരൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഇപ്പൊക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊക്ക് ഒരു ഊരവേദനയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് നമ്മള്. ഞാൻ കുളിച്ച് മാറ്റി ഫുള്ള് സെറ്റായിട്ട് ഇപ്പനെ കാത്തിരിക്കുക കേട്ടോ. ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതെന്താ കാര്യം നോക്കാം. അതേപോലെ തന്നെ ഇന്നലെ കുറെ കമന്റിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരാളെ വെച്ചൂടെ എന്നൊക്കെ. നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു പോകാൻ പറ്റിയ ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കും. ആൻഡ് ഫസ്റ്റ് 1 വീക്ക് നമ്മൾ തന്നെ നോക്കാം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒരാളെ വെക്കും. അങ്ങനെ ഹെക്ടിക് ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ല. തുടക്കലും കാര്യങ്ങളൊക്കെ ഒരു വീക്കിലി ഒരു ട്വൈസ് അല്ലെങ്കിൽ 3 വട്ടമൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം പിന്നുള്ളത് തിരുമ്പുക, ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫുഡ് ഉണ്ടാക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാക്കും. അതേപോലെ തന്നെ തിരുമ്പലാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർ തിരുമ്പുക എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ ചിലപ്പോൾ അത് സ്റ്റാർട്ടാവും. ഇന്നലെ പിന്നെ ഇപ്പൊ ഇതിന് മുന്നുള്ളതും ഒക്കെ എടുത്തുകൊണ്ട് തിരുമ്പിയതാണ്. എന്തായാലും നിങ്ങളെ കമന്റുകൾ പരിഗണിച്ച് നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇന്ന് എന്തായാലും ഇന്നലെ ഫുള്ളായിട്ട് പണിയെടുത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കണം ഊരവേദന. എന്തായാലും ഇപ്പനെ നമുക്ക് ഇന്ന് കൊണ്ടുപോയിട്ട് ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയേക്കണം. ഒന്നും ഇനി ഡിലേ ആക്കണ പരിപാടിയില്ല. ഇപ്പൊ ഓൾറെഡി ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതിന്റെ തന്നെയാണോ എന്നുള്ളത് നോക്കണം. അത് ഇതിന്റെ മുന്നേ നമ്മൾ മെഡിക്കൽ കോളേജിൽ കാര്യങ്ങളൊക്കെ കാണിച്ചതായിരുന്നു. അപ്പൊ അതന്നെ ആണോ നോക്കണം, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ നോക്കണം. അല്ല സൈബ, ഇജ്ജ് എന്തിനാണ് ഈ ഇവിടെ എവിടെയെങ്കിലും വെള്ളം പൊങ്ങിയതിന് സ്കൂളിൽ പോകണം ചേർന്ന്? കളക്ടർ ലീവ് തരാൻ എന്തിനാ? ജസ്റ്റ് സൂക്ഷിച്ചോളി. വെള്ളപ്പൊക്കമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ മലപ്പുറത്ത് കിട്ടിയ മലപ്പുറത്തെ കിട്ടി എന്ത് വെള്ളത്തിന് എല്ലാത്തിനും ലീവ്. വേറെ എവിടക്കൊക്കെ കിട്ടി. 18 ജില്ലയില്. അതില് ഒരു ജില്ലക്ക് 18 ജില്ല. എത്ര ജില്ല ഉള്ളത്? അതല്ല അടുത്ത വിഷയം. ഒരു കൂടുതൽ ജില്ല ഉണ്ട്. അതില് ഒരു ജില്ലക്ക് മാത്രം ലീവ് ഉള്ളൂ. അല്ല, ലീവ് ഇല്ലാത്ത ഉള്ളൂ. അതേതാ? ഫറൂഖ്. ഫറൂഖ് ജില്ലക്കാ ലീവ് ഇല്ലാത്തത്. കോഴിക്കോട്. ഇതൊരു എന്റർടൈൻമെന്റ് ആക്കി സ്കൂളിൽ പോക്കൊക്കെ. ഞാൻ മദ്രസ പോണ വെള്ളം നഞ്ഞിട്ട് എന്റെ പറഞ്ഞൊക്കെ നോക്കിട്ട്. ആണോ? എന്നാ എനിക്കൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിയത്. അല്ല ഇപ്പൊ മേടിച്ച്. ഇതെന്തത്? ഇതെന്തിനാ എങ്ങനെ ഇടുന്നേ? അതെ, ഇങ്ങനെ ഇത്രക്കൊക്കെ ഇടുവോ? മാക്രാച്ചി അങ്ങനെ പറഞ്ഞ അത് ഇങ്ങനെ ഇടുമ്പോ മുടി നല്ല വളർന്നിട്ട് സേബക്ക്. പണ്ട് മറ്റേ പൂച്ചത്തപ്പം മാതിരിയുള്ളൂ. സേബ ഗെറ്റ് റെഡി വിത്ത് മീ പറഞ്ഞു കൊടുക്ക്. ഫസ്റ്റ് നമ്മള് പൗഡർ, പിന്നെന്താ ഉമ്മ ഉണ്ടാക്കി തന്ന ലിപ്സ്റ്റിക് ആട്ടോ നോക്ക്. അതെങ്ങനെ ഉണ്ട്? അത് ഇട്ടിട്ട് കണ്ടില്ലല്ലോ. അതാണ് സേബ ഇട്ടിട്ടുള്ളത്. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട. അരികത്ത എന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൻ രാവിലെ നിൽക്കുമ്പോ ഊരവേദന ബെഡിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. നോക്ക് നമുക്ക് രാവിലെ എണീക്കുമ്പോ മാത്രം. ഇപ്പൊ ഇന്നലൊക്കെ ഫുള്ള് പണിയെടുത്തതിനോണ്ടാണോ? അത് അല്ലെങ്കിലും നോർമലി ഉണ്ട്. പക്ഷെ പണിയെടുത്താൽ ലേസം കൂടുതലുണ്ടാവും വേദന. എല്ലാന്നുണ്ട് നമ്മളെ മുന്നത്തെ പ്രശ്നമാണോ പറയാൻ പറ്റൂല. ഡോക്ടറെ കാണിക്കാൻ നമുക്ക്. കിളിനാദം കേട്ടു പാടേണം. ഹോസ്പിറ്റലിലെത്തി. ഇപ്പൊ വേദന എന്തെങ്കിണ്ടോ? വേദന ഇങ്ങനെ കുറഞ്ഞു വരും. ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് പിന്നെ ആ വേദന കുറയും. പിന്നെ ഉണ്ടാവില്ല. പിന്നെ രാത്രി കിടന്നുറങ്ങിയാല് രാവിലെ നേരത്തെ എണീച്ചാല് പിന്നെ ഉണ്ടാവും. പിന്നെയും വരും. സോ അങ്ങനെ ഞാനിപ്പോ ഹോസ്പിറ്റലിന്റെ പുറത്തിരിക്കുകയാണ്. കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതിത്തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട. എങ്ങനെയുണ്ട് ഇപ്പൊ? കുറവുണ്ടോ?
കാണാണ്ട എന്താ അവസ്ഥ ഇപ്പൊ ആക്കണ്ട് ഫയലും ആക്കല്ലേ റെഡി ആവോ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോണം അങ്ങനെ ഇപ്പനെ എമ്മേട്ട പേടിപ്പിച്ചു വിട്ടത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് തോന്നണ എന്താ അറിയോ, ഇതൊക്കെ കൂടി എടുത്തപ്പോ ഉരവേദന വന്നപ്പോഴേ ഇത് ശരിയാവൂല, ഇത് ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് മനസ്സിലായിട്ട് ഇപ്പൊ കാണിച്ചതായിരിക്കും. ഇപ്പോടെ വെച്ചാല് ഇപ്പൊക്കെ ചെറുതായിട്ട് ഫാറ്റ് ലിവറിന്റെ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒക്കെ ബോർഡറാണ് ഇപ്പൊ ഒക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ ബോർഡറാണ്. അത് ഇനിയും ജസ്റ്റ് മെഡിസിൻ ഒരു 1 വീക്ക് മെഡിസിൻ എടുത്തിട്ട് പിന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഊരവേന ഇപ്പൊ കുറെ മുന്നേ ഉണ്ട്, അപ്പൊ അതിൻ്റെതായിരിക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഷൂ ക്ലീൻ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി. ഇതെന്താന്ന് അറിയായിട്ട് മംഗലത്തെ നമുക്ക് ഒരു സമാധാനം ഇല്ല അല്ലേ. അപ്പൊ ഞാൻ വൈറ്റ് ഷൂ എങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനർ വാങ്ങിയതാണ്. അപ്പൊ ഇതെന്തായാലും ഞാൻ ചെയ്ത് നോക്കട്ടെ. സൈബ മടിയെത്തി സൈബ മടിയെത്തി സൈബ. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെ എല്ലാരും ലീവ് ഇരുന്നോ? കൊറേ ആൾക്കാർ ലീവ് ഉണ്ടായിരുന്നു. നാളെന്താ? നാളെ നമുക്ക് മലയാളവും ഇംഗ്ലീഷും മാത്സും ഉണ്ടായാൽ മതി. എന്താ അത്രേ ടീച്ചേഴ്സ് ഉള്ളോ? അപ്പൊ എന്നാ പിന്നെ നാളെ സ്കൂളിൽ പോണോ? പോണോ? അമ്മ നല്ല സുഖല്ലേ, ഒരു പണി എടുക്കണ്ടല്ലോ. അത് പറഞ്ഞാ മനസ്സിലാവൂല. എന്താ? അല്ലാതെ നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷം ചെയ്യുന്നു. ഇപ്പൊ ഈ ഇരിക്കുന്നത് വലിയ സുഖമുള്ള പരിപാടിയൊന്നല്ല. എന്താ ഭയങ്കര ടെൻഷൻ. അവരെല്ലാരും ഭക്ഷണം ഉണ്ടാക്കുക ഇതാക്കുക ചെയ്യുമ്പോഴേ വിങ്ങും നെഞ്ചുടുക്കിൻ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ മയങ്ങും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ.